സുവിശേഷം മുഴുവന്റെയും സംഗ്രഹമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. തെർത്തുല്യൻ പറഞ്ഞിരിക്കുന്നതിനെ സഭ എടുത്ത് പരാമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന വെറും ഒരു പ്രാർത്ഥനയല്ല. ഇതിനേക്കാൾ പൂർണ്ണമായ പ്രാർത്ഥന വേറെയില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന പൊതുശീർഷകത്തിലുള്ള വചന വിചിന്തന പരമ്പരയുടെ 2ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ സെഷൻ നമ്മൾ കാണുകയുണ്ടായി, ഈശോ പ്രാർത്ഥനയെക്കുറിച്ച് മലയിലെ പ്രസംഗത്തിൽ പഠിപ്പിക്കുമ്പോൾ മത്തായി 6 നമ്മൾ വായിക്കുന്നു. 2 കാര്യങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച്. ഒന്ന്, പ്രാർത്ഥനയുടെ ശൈലി നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടു. 2, പ്രാർത്ഥന ഉള്ളടക്കം എന്തായിരിക്കണം. അവിടെയാണ് നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലേക്ക് വരുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം വളരെ വിശദമായിട്ട് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ മതബോധന ഗ്രന്ഥത്തിൽ 2762 ഖണ്ഡികയില് വിശുദ്ധ അഗസ്തീനോസിനെ ഉദ്ധരിച്ചുകൊണ്ട് സഭ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള സകല പ്രാർത്ഥനകളിലൂടെയും നിങ്ങൾ കടന്നു പോവുക. കർത്തൃ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടില്ലാത്തതോ ഉൾക്കൊള്ളാത്തതോ ആയി എന്തെങ്കിലും അവയിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം സഭ എടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മളെ ഓർപ്പിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തില് നിരവധിയായ സാഹചര്യങ്ങളിൽ കാണുന്ന ഒരുപാട് പ്രാർത്ഥനകളും അങ്ങനെയുള്ള പ്രാർത്ഥനകളുടെ എല്ലാം ഉള്ളടക്കമെടുത്താൽ ആ ഉള്ളടക്കം മുഴുവനെയും ഈ ഒരു കർത്തൃ പ്രാർത്ഥന ഈശോ ചേർത്തിട്ടുണ്ട് എന്ന് അഗസ്തീനോസ് ഉറപ്പിച്ച് പറയുകയാണ്. പെട്ടെന്ന് നമുക്ക് തോന്നുന്ന അതിശയോക്തിയാണോ എന്ന്. പക്ഷെ അങ്ങനെ അല്ല എന്ന് വിശുദ്ധ സാക്ഷ്യപ്പെടുത്തുന്ന സഭ സാക്ഷ്യപ്പെടുത്തും. നമുക്കൊരു ബോധ്യത്തിലേക്ക് എടുക്കാൻ പറ്റണം. വീണ്ടും ഇതേ സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 2763 ഖണ്ഡികയില് വിശുദ്ധ തോമസ് അക്വീനാസിനെ ഉദ്ധരിച്ചുകൊണ്ട് സഭ ഇങ്ങനെ പറയുകയാണ്: കർത്തൃ പ്രാർത്ഥനയാണ് ഏറ്റവും സമ്പൂർണമായ പ്രാർത്ഥന. തുടരുകയാണ് അക്വീനാസ്: ഈ പ്രാർത്ഥനയെ നമുക്ക് ന്യായമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു മാത്രമല്ല, അവ ആഗ്രഹിക്കേണ്ട ക്രമത്തിൽ ചോദിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അക്വീനാസ് പഠിപ്പിക്കുന്നത്. വീണ്ടും ഈ മതബോധന ഗ്രന്ഥത്തിൽ 2761 നമ്പറില് തെർത്തുല്യൻ എന്ന സഭാപിതാവിനെ ഉദ്ധരിച്ചുകൊണ്ട് സഭ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: കർത്തൃ പ്രാർത്ഥന യഥാർത്ഥത്തിൽ സുവിശേഷം മുഴുവന്റെയും സംഗ്രഹമാണ് കർത്തൃ പ്രാർത്ഥന. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് സുവിശേഷം, നമുക്ക് അതേപറ്റി വ്യക്തത കാണും. നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സുവിശേഷം. അതിൻ്റെ ഗ്രീക്ക് ടേം നമുക്കറിയാം, ഏവങ്കേലിയോൻ, ഗുഡ് ന്യൂസ്, സുവിശേഷം, സദ്വാർത്ത, ഏവങ്കേലിയോൻ. ഈശോയുടെ ജീവിതത്തെ സുവിശേഷകന്മാര് അവതരിപ്പിച്ചുകൊണ്ട് പുസ്തകങ്ങൾ എഴുതിയപ്പോൾ മത്തായി, മർക്കോസും ലൂക്ക, യോഹന്നാനുമാണല്ലോ. ഈ 4 സുവിശേഷകന്മാരിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരാൾ മാത്രമാണ് തൻ്റെ ആ രചന അല്ലെ പുസ്തകം ആരംഭിക്കുമ്പോൾ സുവിശേഷത്തിന്റെ ആരംഭം എന്നുള്ള പരാമർശത്തോടു കൂടി ആരംഭിക്കുന്നത്. അത് മർക്കോസ് സുവിശേഷകരാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്നാണ്. സുവിശേഷത്തിന്റെ ആരംഭം. മറ്റ് സുവിശേഷകന്മാരാരും ഇങ്ങനത്തെ ഒരു പ്രാരംഭ കമന്റോടുകൂടി അല്ല ആരംഭിച്ചിരിക്കുന്നത്. ഈശോ സുവിശേഷം പ്രസംഗിച്ചതിനെ കുറിച്ചാണ് അവർ പറയുന്നതെങ്കിൽ പോലും. ഒപ്പം നമുക്കറിയാം, നമുക്ക് ലഭിച്ചിരിക്കുന്ന 4 സുവിശേഷങ്ങളില് മർക്കോസിന്റെ സുവിശേഷമാണ് ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സുവിശേഷം. അപ്പോൾ മറ്റു സുവിശേഷങ്ങൾക്കെല്ലാം ഒരു വഴിയൊരുക്കലും കൂടിയാണ് മർക്കോസിന്റെ സുവിശേഷം. സുവിശേഷം എന്ന ഈ വാക്ക് മർക്കോസ് തന്റെ രചനയുടെ ആരംഭത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം കൂടി നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഗ്രീക്ക് ഭാഷയിലുള്ള ഈ ഏവങ്കേലിയോൻ എന്നുള്ള ഈ ഒരു വാക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് സാധാരണക്കാരുടെ വീടുകളിലോ സാധാരണക്കാരുടെ സംസ്ഥാനങ്ങളിലോ അല്ല, പക്ഷേ രാജകൊട്ടാരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കുടുംബനാഥൻ പപ്പ അപ്പുറത്ത് വരികയാണ്. അത് വരുന്ന കാണുമ്പോൾ പിള്ളേര് പറയും, ആണ്ട് പപ്പ വരുന്നുണ്ട്, അങ്ങനെ പറയും. അതോ ആണ്ട് പപ്പ എഴുന്നള്ളുന്നു എന്ന് പറയുമോ? അങ്ങനെ പറഞ്ഞാൽ അത് പരിഹാസം പോലെയാകും. പപ്പ എഴുന്നള്ളുന്നു, അല്ലെങ്കിൽ അമ്മ
മമ്മി ഒരു കാര്യം പറയുകയാണ്, അത് എന്ന് പറയുമ്പം കൊച്ചു പറയുകയാണ്, പപ്പ മമ്മി അരുളി ചെയ്തു. അങ്ങനെ പറയാൻ പോയാൽ അത് കളിയാക്കുന്നവരായി പോകും. പക്ഷെ കാര്യം പറയുമ്പോൾ അർത്ഥം ശരിയല്ലേ? എഴുന്നള്ളുന്നു, വരുന്നു, അരുളി ചെയ്യുന്നു, പറയുന്നു, സംഭവം ശരി തന്നെയാണ്. പക്ഷേ ഈ എഴുന്നള്ളുക, അരുളി ചെയ്യ വാക്കുകൾ ഒരു രാജകീയ ദൈവിക പശ്ചാത്തലത്തിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. കൊട്ടാരങ്ങളുടെ ഭാഷയാണ്. രാജാവ് എഴുന്നള്ളുന്നു, രാജാവ് അരുളി ചെയ്തു, ദൈവം അരുളി ചെയ്തു. അത് സാധാരണ വീടുകൾ നമ്മൾ ഉപയോഗിക്കാറ് എന്ന് പറഞ്ഞതുപോലെ അന്നത്തെ ഗ്രീക്ക് മാത്രമല്ല, ഹെബ്രായ, റോമൻ പശ്ചാത്തലം, ലത്തീൻ പശ്ചാത്തലങ്ങളിലൊക്കെ ഏവങ്കലിയോൻ എന്നുള്ളൊരു ടെർമിനോളജി രാജകൊട്ടാരത്തിൻ്റെ ഒരു ഭാഷയാണ്. രാജകൊട്ടാരത്തിൽ രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ വാക്ക് ഉപയോഗിച്ചിരുന്നതെന്നാണ്. ആ രണ്ട് സംഭവങ്ങൾ, ഒന്ന് രാജാവ് യുദ്ധത്തിന് പോയി യുദ്ധം ജയിച്ചു. ആ ഒരു സംഭവം പടയാളി അനൗൺസ് ചെയ്യുമ്പോൾ, വിളംബരക്കാർ അനൗൺസ് ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരുന്ന വാക്കാണ് എവങ്കലിയോൻ, ഗുഡ് ന്യൂസ്, സദ്വാർത്ത, നമ്മൾ ജയിച്ചു, രാജാവ് ജയിച്ചു. രണ്ടാമത്തെ കോണ്ടെക്സ്റ്റ്, ഈ എവങ്കലിയ വാക്ക് അന്ന് ഉപയോഗിച്ചിരുന്നത് രാജകൊട്ടാരത്തിൽ കുഞ്ഞുണ്ടാകുമ്പോഴാണ്. ഗുഡ് ന്യൂസ്, എവങ്കലിയോൻ, നമുക്ക് രാജകുമാരൻ ജനിച്ചിരിക്കുന്നു. ഈ രണ്ട് കോണ്ടെക്സ്റ്റും മാത്രം ഉപയോഗിച്ചിരുന്ന ഈ ഒരു വാക്ക് മർക്കോസ് സുവിശേഷകൻ വെറും ഒരു തച്ചൻ്റെ മകനായ ഈശോയുടെ ചരിത്രം എഴുതാൻ നേരത്തെ എന്തിനു ഉപയോഗിച്ചു? ഈ ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്, ഈശോ രാജാവായിട്ട് ജനിച്ചവനാണ്. ഇതൊരു വലിയ വചന പരാമർശനമാണ്. ഈശോ ജനിക്കുമ്പോൾ മത്തായി സുവിശേഷം 2-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നുണ്ട്. കിഴക്ക് നിന്നും ജ്ഞാനികൾ എത്തിയിട്ട് അവർ ചോദിക്കുന്നത്, എവിടെയാണ് യഹൂദർക്ക് രാജാവായിട്ട് ജനിച്ചവൻ? മത്തായി 2:1-2 വാക്യങ്ങൾ. രാജാവായിട്ട് ജനിച്ചവൻ എവിടെയാ? രാജാവിനെ തേടിയാ വരുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തില് 32-33 വാക്യങ്ങളിൽ ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത അറിയിക്കുന്നു മറിയത്തെ. അപ്പോൾ മാലാഖ പറയുന്നതിനകത്ത് പറയാണ്, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവിന് കൊടുക്കും, യാക്കോബിന്റെ ഭവനത്തിന്റെ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കുകയില്ല. കേട്ടോ, ഭരിക്കാനുള്ളവനാണ് ഈ ശിശു. വെളിപാട് പുസ്തകത്തിന്റെ 12-ാമത്തെ അധ്യായത്തില് സ്വർഗത്തിൽ കാണപ്പെടുന്ന വലിയ അടയാളം, ഗർഭവതിയായ ഒരു സ്ത്രീ, പരിശുദ്ധ അമ്മയെ നമുക്കറിയാം. അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു, ആൺകുട്ടിയെ പ്രസവിക്കുന്നു. അപ്പോൾ ആൺകുട്ടിയെ കുറിച്ച് പറയണം 5-ാമത്തെ വാക്യം വെളിപാട് 12-ല്, അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അപ്പൊ ഭരിക്കുക, രാജാവായിട്ട്, അങ്ങനെയുള്ളൊരു ആശയം ഈശോയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വചനത്തിൽ ഇങ്ങനെ ആഴപ്പെട്ട് കാണുന്നുണ്ട്. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മർക്കോസ് സുവിശേഷകൻ രാജകൊട്ടാരത്തിലെ വാക്കായ ഏവങ്കലിയോൻ തന്റെ സുവിശേഷം എഴുതാനായിട്ട് ആരംഭിച്ചപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, രണ്ട് കോണ്ടസ്റ്റായി വാക്ക് ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന്, കൊട്ടാരത്തിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ, രണ്ട്, യുദ്ധം ജയിക്കുമ്പോൾ. മർക്കോസ് ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ കുഞ്ഞ് ജനിക്കുന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. നമുക്കറിയാമല്ലോ, 4 സുവിശേഷകന്മാർ മത്തായിയും ലൂക്കായും മാത്രമാണ് ഈശോയുടെ ജനന സംഭവങ്ങൾ വിവരിക്കുന്നത്. മർക്കോസ് അത് വിവരിക്കുന്നില്ല. മർക്കോസ് നേരെ സ്നാപകന്റെ പ്രഭാഷണം പറഞ്ഞിട്ട് ആരംഭിച്ച് ഈശോയുടെ ജ്ഞാനസ്നാനം, മരുഭൂമി പരീക്ഷ, ദൗത്യം ആരംഭിക്കുന്നു, അതിശയന്മാരെ വിളിക്കുന്നു. പിന്നെ 1-ാമത്തെ സംഭവമായിട്ട് 21 വാക്കിൽ മർക്കോസ് പറയുന്നത്, ഖപ്പനാവിലെ സെനഗോഗിൽ ഈശോ പഠിപ്പിക്കും, ഒരു പിശാച് 16 വിളിച്ചു, ഈശോ അവന്റെ പിശാചിനെ ഇറക്കി വിടുന്നു. അങ്ങനെ പിശാചിനെ ഇറക്കി വിടുമ്പോൾ ആൾക്കാരെല്ലാം അത്ഭുതപ്പെട്ട് പറയും, ഇതെന്ത് അധികാരത്തിന് പുതിയ പ്രബോധനമോ? പിശാചിനോട് പോലും അവൻ ആജ്ഞാപിക്കുന്നവ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ. അവന്റെ പ്രശസ്തി ആ ഗലീലിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു എന്ന് പറഞ്ഞ് നീങ്ങുകയാണ്. അപ്പോൾ മർക്കോസ് സുവിശേഷകൻ സുവിശേഷം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് രാജാവായ ഈശോന്റെ ജനത്തെക്കുറിച്ചല്ല, മറിച്ച് ഈശോ വഴി ദൈവം നേടിയ യുദ്ധവിജയത്തെക്കുറിച്ചാണ്. യുദ്ധവിജയം ആരുടെ മേലാ യുദ്ധവിജയം? ശത്രുവായ സാത്താനെ തൻ്റെ ദൗത്യം വഴി ദൈവത്തെ എങ്ങനെയാണ് മലർത്തി അടിച്ചത്, പരാജയപ്പെടുത്തിയത്. അതാണ് മർക്കോസ് സുവിശേഷൻ അവതരിപ്പിക്കുന്ന സുവിശേഷം. ഇത് മർക്കോസിന്റെ മാത്രം അവതരിപ്പിക്കലല്ല, ബൈബിളിൽ നമ്മൾ സുവിശേഷം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴേ അതിൻ്റെ അർത്ഥം ശത്രുവിന്റെ മേലെ വിജയമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തില് 15-ാമത്തെ വാക്യത്തില് സർപ്പത്തോട് തമ്പുരാൻ പറയും, സ്ത്രീയുടെ സന്ധി നിന്റെ തല തകർക്കും. ആ സന്ധതിയാണല്ലോ ഈശോ, സ്ത്രീ അവശ്യത്തെ അമ്മയാണ്. ആ ഒരു തിരുവചനത്തെ കുറിച്ച് സഭയുടെ മതബോധന ഗ്രന്ഥം 410-ാമത്തെ നമ്പറിൽ എടുത്തു പറയുന്നുണ്ട്.
ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഈ വിവരണ ഭാഗത്തെ ആദിമ സുവിശേഷം പ്രോട്ടോ ഏവങ്കേലിയോൻ എന്നാണ് വിളിക്കുന്നത്. മിശിഹായ രക്ഷകനുമായവന്റെ ആഗമനം, സർപ്പവും സ്ത്രീയും തമ്മിലുള്ള യുദ്ധം, സ്ത്രീയുടെ ഒരു സന്തതി കൈവരിക്കാനിരിക്കുന്ന അന്തിമ വിജയം എന്നിവയാണ് അതിൻ്റെ ഉള്ളടക്കം. ഇതാണ് ആദിമ സുവിശേഷം. അപ്പൊ സുവിശേഷം ഈശോ നേടിയെടുത്തതായ വിജയം സാത്താന്റെ മേല്, ആദിമ സുവിശേഷം സാത്താന്റെ മേലെ വിജയത്തെക്കുറിച്ച് ആദ്യം മുന്നറിയിപ്പ്. ഇപ്പൊ സ്നേഹമുള്ള സഹോദരങ്ങളെ, സുവിശേഷം മുഴുവന്റെയും സംഗ്രഹമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. തെർത്തുല്യൻ പറഞ്ഞിരിക്കുന്നതിനെ സഭ എടുത്ത് പരാമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന വെറും ഒരു പ്രാർത്ഥനയല്ല. ഇതിനേക്കാൾ പൂർണ്ണമായ പ്രാർത്ഥന വേറെ ഇല്ല. അഗസ്തീനോസ് പറയുന്ന പോലെ ബൈബിളിലുള്ള സകല പ്രാർത്ഥനയുടെയും ഉള്ളടക്കം സാരസഭയിനകത്തുണ്ട്. നമുക്ക് ആ രീതിയിൽ ഈ പ്രാർത്ഥനയെ കാണണം, അതിലൂടെ കടന്നു പോകാൻ നമുക്ക് വേണ്ടിയിട്ട് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.